വേദിയിലെ സർവാദരണീയർക്കും സദസ്സിലെ സജ്ജനങ്ങൾക്കും എന്റെ നല്ല നമസ്കാരം. പരുക്കൻ പാറക്കല്ല് നിരന്തരമായ കുളിയടിയേറ്റ് മനോഹരമായ ശില്പമാകുന്നത് പോലെ നല്ല ശീലങ്ങൾ ആണ് മനുഷ്യനെ ഉത്തമ വ്യക്തികളാക്കുന്നത്. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒടുവിൽ ചെന്നെത്തുന്നത് ശീലങ്ങളിലാണ്. ആ ശീലങ്ങളാണ് നമ്മുടെ വിധിയെ നിർണയിക്കുന്നത്. ബാഹ്യമായ ഭംഗിയിലല്ല, നല്ല ശീലങ്ങളിലാണ് മനുഷ്യന്റെ ഔന്നിത്യം എന്ന മഹാകവി ഉള്ളൂർ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ അത്തരം ചില പ്രധാന സത്ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിലുള്ള ഉണരൽ. പ്രിയ കവി കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ പുലരുമ്പോൾ ഉണരണം, പുതുമകൾ കാണണം. പുലർച്ചെ മടി കൂടാതെ ഉണരുന്ന ഈ ശീലമാണ് ജീവിതത്തിൽ ഉന്നതി കീഴടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുവന്റെ ആദ്യപടി. ശുചിത്വ പാലനം. ശുചിത്വം ദൈവത്തോടുള്ള ആദരവിന്റെ പ്രതിഫലനമാണ്. ശരീരവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഉത്തമ വ്യക്തിത്വത്തിന്റെ ആദ്യ ലക്ഷണമാണ്. ഗുരുജനവന്ദനം. നമ്മുടെ പുരാതന സംസ്കൃത ശ്ലോകം ഓർമ്മിപ്പിക്കുന്നത് പോലെ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുവിനെ ദേവതുല്യമായി കാണുകയും മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ശീലമാണ് ഒരു നല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷണം. സമയനിഷ്ഠ. കഴിഞ്ഞുപോയ സമയം ഒഴുകിപ്പോയ വെള്ളം പോലെയാണ്. സമയത്തെ ബഹുമാനിക്കുന്നവനെ മാത്രമേ ചരിത്രം എക്കാലവും ആദരിച്ചിട്ടുള്ളൂ. സത്യസന്ധത. പ്രതിസന്ധികളിലും സത്യം പറയുക എന്ന നല്ല ശീലം മുറുകെ പിടിച്ചതാണ് മഹാത്മാഗാന്ധിയെ മഹാത്മാവാക്കിയത്. സമ്പാദ്യശീലം. പലതുള്ളി പെരുവെള്ളം എന്നതുപോലെ ചെറുപ്പത്തിൽ തന്നെ ധൂർത്തുകൾ ഒഴിവാക്കി പണം സൂക്ഷിക്കാൻ ശീലിക്കണം. ചെറുപ്പകാലത്ത് നമ്മൾ പാകുന്ന ഈ നല്ല ശീലങ്ങളാണ് നാളെ നമ്മെ ലോകം ആദരിക്കുന്ന ഉത്തമ വ്യക്തികളാക്കി മാറ്റുന്നത്. യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ വിപ്ലവ വരികൾ ഇന്നിവിടെ വീണ്ടും മുഴങ്ങട്ടെ. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് ഗുണത്തിനായി വരയണം. സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവനല്ല മനുഷ്യൻ. സഹജീവികളുടെ നന്മയ്ക്കായി നല്ല ശീലങ്ങളുടെ വെളിച്ചത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. തുരുമ്പെടുത്തു നശിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല ശീലങ്ങൾ സ്വായത്തമാക്കി സത്പ്രവൃത്തികൾ ചെയ്ത് സമൂഹത്തിൽ ഉരഞ്ഞു തീരുന്നതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.